தெரியுமா என்ன தெரியல. அவன் எப்ப கொள்ளணும் நாதா முடிவு பண்ண. സൂപ്പർ. ലോകേഷ് കനകരാജും തലൈവർ രജനീകാന്തും ഒരുമിച്ച പവർ പാക്ഡ് ചിത്രം കൂലി. കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ എന്നീ ചിത്രങ്ങൾ കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ക്രാഫ്റ്റ്സ്മാൻ ലോകേഷും തലൈവറും ചേർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയായിരുന്നു കൂലി എന്ന മാസ് മസാല ചിത്രത്തിന്റെ പ്രധാന ഹൈപ്പ്. മുപ്പത് വർഷം മുമ്പ് പ്രശ്നരൂക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിച്ച ഒരു കൂലി തന്റെ സുഹൃത്തിന്റെ മരണമറിഞ്ഞ് അതിന്റെ കാരണം തേടി എത്തുന്നു. പിന്നീടുള്ള അതിന്റെ സത്യാവസ്ഥകളും ചില സംഭവ വികാസങ്ങളുമാണ് കൂലി എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുന അക്കിനേനി, കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര, ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആമിർ ഖാൻ, മലയാളത്തിൽ നിന്നും സൌബിൻ സാഹിർ, സത്യരാജ്, ശ്രുതി ഹാസൻ, കന്നഡ നടി രചിത റാം തുടങ്ങി വൻ താരനിര ഒരുമിച്ച ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ ബിഗ് ബജറ്റ് മാസ് ചിത്രം. ഇത്രയും വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഹൈപ്പ് കൂടും ലോകേഷ് ചിത്രം എന്ന് പറഞ്ഞാൽ. ചിത്രത്തിന്റെ പോസിറ്റീവും അതുതന്നെയായിരുന്നു. ലോകേഷിന്റെ ഒരു ടച്ച് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷേ ആ പോസിറ്റിവിറ്റി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കുറെ ഡൌൺ ആയിട്ടാണ് സിനിമ പോയത്. പക്ഷേ മറ്റു ചില പോസിറ്റീവ് കാര്യങ്ങൾ ചിത്രത്തിലുണ്ട്, പറയാതെ വയ്യ. നമ്പർ 1 തലൈവർ രജനീകാന്ത് തന്നെയാണ്. അതുപോലെ അനിരുദ്ധിന്റെ സംഗീതം, ഗിരീഷ് ഗംഗാധരന്റെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഇതെല്ലാം മികച്ചതായി തോന്നി. അതുപോലെ തന്നെ സൌബിൻ സാഹിറും. പ്രായം എത്ര ആയാലും മാറാത്ത രജനി സ്റ്റൈൽ, സ്വാഗ് ഇത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും നമ്പർ 1 പോസിറ്റീവ്. അത് ആദ്യം മുതൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൌബിൻ സാഹിർ ഒരുപക്ഷെ പ്രധാന വില്ലൻ നാഗാർജുനയുടെ സൈമൺ എന്ന കഥാപാത്രമാണെങ്കിലും പലപ്പോഴും സൈമണിന് മുകളിൽ സ്കോർ ചെയ്യുന്ന വില്ലനുക്കും വില്ലൻ എന്ന മൂട് പിടിക്കുന്ന ഒരു കഥാപാത്രമാണ് സൌബിൻ സാഹിർ അവതരിപ്പിച്ച കഥാപാത്രം. വെറുപ്പിച്ച് കയ്യടി മേടിക്കുകയും അതോടൊപ്പം ഡാൻസും ഇമോഷനും കലിപ്പും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കിടിലൻ കഥാപാത്രമായിരുന്നു സൌബിന്റേത്. ഇനി അങ്ങോട്ട് തമിഴകത്ത് സൌബിന് തിരക്കേറുമെന്നത് ഉറപ്പാണ്. അതുപോലെ തന്നെ സൌബിന്റെ കൂടെ ഉണ്ടായിരുന്ന രചിത റാമും വലിയ കുഴപ്പമില്ലാതെ തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നാഗാർജുനയുടെ ആദ്യ വില്ലൻ കഥാപാത്രമായിരുന്നു സൈമൺ. പക്ഷെ ചിലയിടങ്ങളിൽ തീ പടർത്തുന്ന ഹൈ നൽകുന്ന കിടിലൻ വില്ലനായും ചിലയിടങ്ങളിൽ പ്രേക്ഷകർക്ക് തന്നെ പാവം തോന്നിപ്പിക്കുന്ന ഒരു പാവം വില്ലനായും പോകുന്നുണ്ട് നാഗാർജുനയുടെ സൈമൺ. സത്യരാജിന്റെ കഥാപാത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നത് പോലെ മാത്രമാണ് തോന്നിയത്. സത്യരാജിന്റെ കട്ടപ്പയൊക്കെ നൽകിയതുപോലത്തെ ആ ഒരു ഹൈ ഇവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ശ്രുതി ഹാസൻ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആവേശം കൊണ്ട് വാ പൊളിച്ച് പോകുന്ന, പിന്നീട് ആ പൊളിച്ചവ ഒരു ചിരിയായി പോയത് ആമിർ ഖാന്റെ ദഹ വന്നപ്പോഴാണ്. മരണമാസായി വന്നിട്ട് കോമഡി പീസായി പോയ പോലെയാണ് ദഹായുടെ കഥാപാത്രത്തിന്റെ ഇൻട്രോ തോന്നിപ്പിച്ചത്. മോണിക്ക സോങ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ ചിത്രത്തിന്റെ തിരക്കഥ കുറച്ചുകൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ കുറെ കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. ചിത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പിന്നീടുള്ള പ്രസന്റ് ടൈമിലെ ചില കാര്യങ്ങൾ, ചില സീനുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ചിലതൊക്കെ ലാഗിംഗ് ആയി പോവുകയും ചിലതൊക്കെ ഉദ്ദേശിച്ച അത്ര ഹൈ പ്രേക്ഷകർക്ക് ലഭിക്കാതെ പോവുകയും കണക്റ്റഡ് ആവാതെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകേഷ് സ്റ്റൈൽ സിനിമയേക്കാൾ ചിലയിടങ്ങളിലൊക്കെ ഒരു നെൽസൺ വൈബാണ് പലയിടത്തും അടിച്ചത്. അതുപോലെ തന്നെ പവർ ഹൌസിന്റെ പവർ കൂടുതലും ഫ്ലാഷ് ബാക്കിലും സ്റ്റണ്ട് സീനുകളിലും മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ട്. ചിത്രത്തിൽ മലയാളത്തിന്റെ ബാബുരാജ് ഒക്കെ ഉണ്ട്. 1-2 സ്റ്റണ്ട് സീനുകളിലൊക്കെ വന്ന് ഇടിയും കൊണ്ട് നിൽക്കുന്നത് കണ്ടു. പക്ഷെ എന്തിനാണ് ബാബുരാജ് ഇടി കൊള്ളുന്നതെന്ന് ബാബുരാജിന് പോലും മനസ്സിലായില്ല. നമുക്കും ആ അവസ്ഥയായിരുന്നു ചില സീനുകളിലൊക്കെ. എബവ് ഓൾ പടം ഒരു എബോ ആവറേജ് ഫീൽ തന്നെയാണ് എനിക്ക് നൽകിയത്. മടുപ്പിക്കില്ല, വെറുപ്പിക്കില്ല. പക്ഷെ ലോകേഷ് ചിത്രത്തിന്റെ ഒരു സിഗ്നേച്ചർ അതിവിടെ പൂർണ്ണമായിട്ട് ലഭിച്ചില്ല എന്നത് മാത്രമാണ് ആകെപ്പാടെ ഉണ്ടായ ഒരു നിരാശ. ലോകേഷിന്റെ മുൻകാല സിനിമകളിലെ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയ എക്സ്പെക്ടേഷൻസ് വെച്ച് നോക്കിയാൽ അത്രയും ഒരു ഗുമ്മ് ഇവിടെ കിട്ടുന്നില്ലെന്ന് മാത്രം. ചിത്രം എന്തായാലും നിരാശരാകില്ല. തൊട്ടടുത്ത തിയേറ്ററുകളിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. തലൈവരുടെ പവർ ഹൌസ് നിങ്ങളെ പവർ ആക്കിയോ എന്നുള്ളത് ഇവിടെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റ് സിനിമാ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.